സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ കാണാനില്ല എന്നുള്ള വാർത്ത അറിഞ്ഞ് ഡിവൈഎസ്പിയും അതുപോലെ കുറച്ച് പോലീസുകാരൊക്കെ വന്ന് ചന്ദ്രോത്ത് വീട് ആകെ പരിശോധിക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാകുന്നു, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തന്നെയാണ് നന്ദനെ പൊക്കിക്കൊണ്ടു പോയിരിക്കുന്നത്. CPയുടെ ആൾക്കാരാണ് ശരിക്കും നന്ദനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ ബെല്ലയുടെ ആൾക്കാർ നന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഋഷിയും അതുപോലെ CP അറിഞ്ഞിരുന്നു. പക്ഷെ അരുന്ധതിയോട് പറയാതെ ഓഫീസിലെ കാര്യമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഋഷിയോട് സംസാരിക്കാൻ എന്ന മട്ടിന് പോകുന്നുവെങ്കിലും അരുന്ധതിയല്ലേ ആള്. CPയുടെ നീക്കങ്ങളും അതുപോലെ ഋഷിയുടെ നീക്കങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ഒരു കാര്യം മനസ്സിലാക്കുന്നു, തൻ്റെ മകനും CPയും കൂടി ചേർന്ന് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഇനി നന്ദനെ ഋഷി അപായപ്പെടുത്തുമോ എന്നൊക്കെയുള്ള പേടിയാണ് അരുന്ധതി അലട്ടുന്നത്. ഋഷിക്ക് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനൊരു ത്യാഗം ചെയ്തത്, അതുകൊണ്ട് മേഡം എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് CP ക്ഷമ ചോദിക്കുമ്പം കലിയോടെ അരുന്ധതി പോകുന്നത് കണ്ടിട്ട് തൻ്റെ ജോലി പോകുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന CPക്കാണെങ്കിൽ ഋഷി ധൈര്യം കൊടുക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഗിരിയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഒരു ഫോൺ കോൾ വന്ന് അത്യാവശ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ആവശ്യത്തിനാണ് എന്നും പറഞ്ഞ് പോകുന്നത് കണ്ടു. എങ്കിലും അമ്മയ്ക്കും രജനിക്കും നല്ല സംശയമുണ്ട്. ചന്ദ്രോത്ത് വീടുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം അറിഞ്ഞിട്ടാണ് ഗിരി തങ്ങളോട് അത് മറച്ചു വെച്ച് പോയിരിക്കുന്നത്. എന്താ കാര്യമെന്ന് രജനി വന്ന് കയറിയ പാടെ പറയാതെ അകത്തേക്ക് പോലും ഗിരിയെ കയറ്റുന്നില്ല. ഒടുക്കം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഗിരിയാണെങ്കിൽ ആ സത്യം തുറന്നു പറയുന്നുണ്ട്. നന്ദനെ കാണാനില്ലെന്നോ, എന്ത് പറ്റി എൻ്റെ നന്ദനെ എന്ന് പറഞ്ഞ് രജനി സങ്കടപ്പെടുന്നത് കേട്ടിട്ട് എന്താ മോനെ എന്ത് സംഭവിച്ചു എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അറിയില്ല അമ്മ, രാവിലെ പ്രഭാവതി ആൻറ്റി റൂമിൽ നന്ദനുള്ള കോഫിയായിട്ട് ചെന്നപ്പോഴാണ് നന്ദനെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. പോലീസും കേസും ഒക്കെ ആയിട്ടുണ്ട്, രഹസ്യമായി അന്വേഷിക്കുന്നു. തൽക്കാലം ഈ ഒരു വാർത്ത മാധ്യമങ്ങളിലൊന്നും വരണ്ട എന്നാണ് തീരുമാനം. അല്ലെങ്കിൽ MLA ദേവികയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാകില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ സഹോദരനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ആവശ്യം, അല്ലാതെ MLAയുടെ ഇമേജിന് കോട്ടം തട്ടുക എന്നും പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രജനിയാണെങ്കിൽ ചൂടാവുന്നുണ്ട്. അപ്പം ഗിരിയാണെങ്കിൽ രജനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. അതേസമയം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നന്ദനെ കാണാനില്ല എന്നുള്ള വാർത്ത അറിഞ്ഞ് ഹരിസാറാണെങ്കിൽ ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട്. ചന്ദ്രോത്ത് വരുമ്പോഴത്തേക്കും പ്രഭാവതി പൊട്ടിക്കരയുന്നു. എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മകനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പോലും എനിക്കറിയാൻ വയ്യ. ആ അരുന്ധതിയുടെ ആൾക്കാരായിരിക്കും എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയത്, അതെനിക്ക് ഉറപ്പുണ്ട്. പ്രഭേ, നീ സങ്കടപ്പെടണ്ട. എന്ത് തന്നെ സംഭവിച്ചാലും നന്ദന് യാതൊരു ആപത്തും കൂടാതെ അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം, അതുപോരെ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നു അത് മതി. എന്നിട്ട് കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കാരണം പ്രഭാവതി ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ സാറ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അറിയാലോ, നന്ദൻ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്നുള്ളത് എനിക്കും ഹരിയേട്ടനും തോന്നിയിട്ടുള്ളതല്ലേ. സ്റ്റേഷനിൽ ഹാജരാകേണ്ട ഇന്നത്തെ ദിവസം തന്നെ നന്ദനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത, അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ദുരൂഹതയുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ പ്രഭയൊക്കെ പറയാൻ പറ്റില്ലല്ലോ, അവൾ ആകെ തകർന്നു നിൽക്കുക എന്ന് പറയുമ്പം താൻ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അതേസമയം ബെല്ലയും കെവിനും ആണെങ്കിൽ നന്ദനെ കാണാനായിട്ട് നന്ദനുള്ള സ്ഥലത്തേക്ക് പോകുവാണ്. അതിനിടയ്ക്ക് പാപ്പനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. ചന്ദ്രോത്ത് പോയി കേസ് അന്വേഷണമെന്നും പറഞ്ഞ് തെളിവെടുപ്പൊക്കെ നടത്തി. എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എങ്ങനെ തുമ്പ് കിട്ടാനാ? ഒരു സൂചി തുമ്പ് പോലും കിട്ടാത്ത രൂപത്തിനാണ് നിൻ്റെ ആൾക്കാർ നന്ദനെ പൊക്കിയിട്ടുള്ളത്. ഇനി ഏത് വലിയ കേസ് അന്വേഷണമോ പോലീസോ വന്നു കഴിഞ്ഞാലും നന്ദനെ കാണാതായതിൻ്റെ പിന്നിൽ നമ്മളുണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനേ പറ്റില്ല. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയുമ്പം അങ്ങനെയാണ് എൻ്റെ ആൾക്കാർ എല്ലാം കണ്ടു കേട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പാപ്പ ടെൻഷൻ അടിക്കണ്ട. ആദ്യം പാപ്പനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം സമാധാനമായില്ലേ? ഇപ്പം എനിക്ക് സമാധാനമായി. നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട് ബെല്ല എന്നൊക്കെ പറഞ്ഞ് പാപ്പനും ബെല്ലെ പുകഴ്ത്തി പറയുന്നു. അതിനുശേഷം പാപ്പൻ ചോദിക്കുന്നു, നീ ഇപ്പം എങ്ങോട്ടേക്ക് പോകുക? ഞാൻ നന്ദനെ ഒന്ന് കാണാൻ വേണ്ടി പോകുക. അത് മണ്ടത്തരമല്ലേ ബെല്ല? അവനറിയില്ലേ നീയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്? അത് സാരമില്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അതായത് സ്റ്റേഷനിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ടു വന്നതാ, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നീ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും അത് കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തയാന്ന് പറയുമ്പം അവൻ ഞങ്ങളെ മനസ്സിലാക്കും. എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് പാപ്പനും കോള് കട്ട് ചെയ്യുന്നു. അതേസമയം ദേവികയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ശാരിക ദേവികയോട് സംസാരിക്കുന്നത് കേട്ട് അച്ഛനും അമ്മയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. നന്ദനെ കാണാനില്ല, തട്ടിക്കൊണ്ടു പോയതാണെന്ന് സംശയമുണ്ടെന്ന്. അപ്പം എന്തു പറ്റി മോളെ, എന്തെങ്കിലും സൂചന കിട്ടിയോ, നന്ദനെ വിളിച്ച് നോക്കിയോ എന്നൊക്കെ അച്ഛൻ വന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ സമാധാനപ്പെട്, അധികം താമസിക്കാതെ നന്ദനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
ഒരു MLA-യുടെ ഭർത്താവിനെയല്ലേ കാണാതായത്. ആ ഒരു ഗൗരവത്തോടെ കേസ് അന്വേഷിച്ചോളാം എന്ന് ഡിവൈഎസ്പിയും വാക്ക് പറഞ്ഞിട്ടുണ്ട്. പലതവണ മോള് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അയാൾ കണ്ടറിഞ്ഞൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. മോളുടെ ഫയൽ മോഷണം പോയതുൾപ്പെടെ. ഇത്തവണ അതുപോലെ ആയിരിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ദേവികയാണെങ്കിൽ അച്ഛനെ സമാധാനിപ്പിക്കുന്നു. വയ്യാതിരിക്കുന്ന ഈ സമയത്ത് അധികം ടെൻഷൻ അടിക്കേണ്ട എന്ന് കരുതി. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.